നാം കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ നമ്മുടെ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ഉണ്ടോ? എന്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത ഒരു പെണ്ണ് യാത്ര ചെയ്തു വരുമെന്ന് ജീവിതത്തിൽ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യരെ? സാധാരണ ഈ ഉസ്താദുമാരുടെ പ്രസംഗമൊന്നും ഞാനങ്ങനെ കേൾക്കാറില്ല. ഉസ്താദുമാരുടെ നല്ല ഒരു മത മേലധ്യക്ഷന്മാരുടെയും പ്രസംഗമൊക്കെ ഞാനധികം വലിയ ചെവി കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നത് മുഴുവൻ അവരുടെ മതത്തെ പൊക്കി പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ കുറെ ഗ്രന്ഥങ്ങളിലുള്ള കുറെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഒരു 90% ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് വാട്സപ്പിൽ ഒരാളൊരു സാധനം അയച്ചു തന്നു. മോനെ, ആ പ്രസംഗം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രോമം എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ സല്യൂട്ട് അടിക്കും. അത്രയും കിടിലായിട്ടുള്ള ഒരു പ്രസംഗം. ആ പ്രസംഗം നിങ്ങളോടൊന്ന് കേട്ടോ. ഇത് ആരാണ് ഏതാണോ ഒന്നും എനിക്ക് അറിയില്ല, പക്ഷെ ആ പ്രസംഗം ഒന്ന് കേട്ടേക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളത് കേട്ടേ പറ്റും. പിണക്കങ്ങൾ മാറ്റാൻ നമുക്ക് ഇനിയെങ്കിലും കഴിയണം. ആരായിരിക്കും സഹോദരങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുക? ആരായിരിക്കും മയ്യത്ത് കുളിപ്പിക്കുക? ഭാര്യയായിരിക്കോ? ഭർത്താവായിരിക്കോ? 25 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് വയനാട്ടിലെ 10-30 ജനാസകൾ, 10-30 മയ്യത്തുകൾ നിലമ്പൂരിലേക്ക് എത്തിയത്. ആരാ കുളിപ്പിച്ചത്? ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, പേരറിയാത്തവർ. എന്താ കിട്ടിയത്? ഒരു കാല്, ഒരു കയ്യ്. അത് കുളിപ്പിച്ച് കഫം ചെയ്തത് ജനിച്ചിട്ടിന്നു വരെ കണ്ടിട്ടില്ലാത്തവർ. ആരായിരിക്കും? അതുകൊണ്ട് എങ്ങോട്ടാ സഹോദരങ്ങൾ ഈ പിണക്കങ്ങൾ? ഒരു മെസ്സേജ് കണ്ടില്ലേ? ഒരു സഹോദരിയുടെ മെസ്സേജ്. ഉമ്മ നഷ്ടപ്പെട്ട ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണമെന്നാണ്. നൊന്തുപെറ്റ മക്കളില്ലേ, പോറ്റി വളർത്തുന്ന മക്കൾ, നാം കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ നമ്മുടെ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ഉണ്ടോ? എന്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത ഒരു പെണ്ണ് യാത്ര ചെയ്തു വരുമെന്ന് ജീവിതത്തിൽ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യരെ? പക്ഷേ കൈക്കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്നത് അയൽവാസിയായിരിക്കും. അയാളോടാണ് ഒരു പ്ലാവിന്റെ കൊമ്പിന്റെ പേരിൽ 10 കൊല്ലായി നമ്മൾ തെറ്റി നിൽക്കുന്നത്, അല്ലേ? പിണക്കങ്ങൾ മറക്കാനുള്ള സമയമാണിത്. ഉമ്മാനെ കണ്ടിട്ട് എത്ര ദിവസമായി? ഉപ്പാനെ കണ്ടിട്ട് എത്ര ദിവസമായി? എളപ്പാന്റെയും മൂത്താപ്പാന്റെയും വീട്ടിലെത്തിയിട്ട് എത്ര ദിവസമായി? എങ്ങോട്ടാ സഹോദരങ്ങളെ കാത്തു നിൽക്കുന്നത്? ബോഡി പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് ആളുകൾ മാറും. തെരയും നമ്മൾ. ആ തെരഞ്ഞു കിട്ടുന്ന മയ്യത്തിന്റെ മുന്നിൽ എളാപ്പയാണ്, മൂത്താപ്പയാണ്, ജ്യേഷ്ഠനാണ്. ബന്ധം പുതുക്കാനാവോ? കെട്ടിപ്പിടിക്കാനാവോ? മയ്യത്തൊന്ന് കാണാൻ പോലും പറ്റുമോ? കാണാനൊരു മയ്യത്ത് കിട്ടുമോ? കൈയാണ്, കാലാണ്, ഉടല് നഷ്ടപ്പെട്ട തലയാണ് നമ്മുടെ സഹോദരങ്ങൾ തുണിസഞ്ചികളിൽ എടുത്തു കൊണ്ടുപോകുന്നത്. എവിടേക്കാണ് ഈ പണക്കം? എവിടേക്കാണ് ഈ തെറ്റല്? എവിടേക്കാണ് ഈ അകൽച്ച? ഭാര്യ കൂട്ടിനുണ്ടാകുന്നു വിചാരിച്ചിട്ടാണോ ഈ അഹന്ത? തരക്കേടില്ലാത്ത ഒരു സ്റ്റാറ്റസ് നാട്ടിലുണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ ഈ അഹങ്കാരം? ഇല്ല സഹോദരങ്ങളെ, ദുർബലരാണ് നമ്മൾ. അതുകൊണ്ട് പിണക്കങ്ങൾ മറക്കാൻ ഈ ദുരന്തങ്ങൾ നമ്മെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. സത്യാട്ടോ, ഈ ദുരന്തങ്ങളൊക്കെ നമ്മളെ അന്യോന്യമുള്ള പിണക്കങ്ങൾ, വൈരാഗ്യങ്ങളെല്ലാം മറക്കാൻ നമ്മളെ പ്രാപ്തരാക്കേണ്ടതുണ്ട് എന്ന ഉസ്താദ് പ്രസംഗിച്ചത് എത്ര സത്യസന്ധമായ ഒരു കാര്യമല്ലേ? ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ബാക്കി പത്രമായിട്ട് ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട്, ഒരുപാട് ആളുകൾ അനാഥമായിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്ന നമ്മൾ ജാതിയും മതവും നോക്കിയിട്ടാണോ? കളർ നോക്കിയിട്ടാണോ? രക്തബന്ധങ്ങൾ നോക്കിയിട്ടാണോ? രാഷ്ട്രീയം നോക്കിയിട്ടാണോ? ഇതൊന്നുമല്ല, നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് നോക്കിയിട്ടാണ്. അവിടെയാണ് ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു പ്ലാവിൻ്റെ കൊമ്പ് ഒരു പറമ്പിൽ നിന്ന് മറ്റേ പറമ്പിലേക്ക് പോയി അവിടെ ഇലകൾ വീഴുന്നു എന്ന് പറഞ്ഞിട്ട് വില്ലേജിൽ പരാതി കൊടുക്കുന്നു, പഞ്ചായത്തിൽ പരാതി കൊടുക്കുന്നു, കേസ് കൊടുക്കുന്നു, കോടതിയാകുന്നു, പരസ്പരം അടിയാകുന്നു. പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ പരസ്പരം കൈകോർത്ത് നിന്ന മനുഷ്യരാണ് നമ്മൾ. ഈ ദുരന്തം വന്നപ്പോഴെങ്കിലും ഒരിക്കൽ കൂടി നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം തരികയാണ്. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്നല്ല, മനുഷ്യൻ ഇത്രത്തോളം ഉണ്ട് എന്ന്. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം സഹായിക്കുന്ന മനുഷ്യരുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല കേരളം, ദൈവങ്ങളുടെ സ്വന്തം നാടാണ് കേരളം.